എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഏട്ടാ. ആസ് എ ഫസ്റ്റ് ഡിബേറ്റ് ഡയറക്ടർ എന്ന രീതിക്ക് പുള്ളിയുടെ രീതി അടിപൊളി ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മിസ്റ്റേക്സ് പലതും സംഭവിക്കാം, പലർക്കും പല ഒപ്പീനിയൻസ് വരാം. അവരുടെ അതായത് ജഗദീഷ് ഏട്ടൻ്റെയും അശോകൻ്റെയൊക്കെ കോമ്പിനേഷൻ കുറേ നാൾക്ക് ശേഷം സ്ക്രീനിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിൽക്കുന്നത്. അവരിരുന്ന സ്ഥലത്തൊക്കെ ഫുൾ നല്ല എൻ്റർടൈൻ, ഒരുപാട് ചിരിച്ചായിരുന്നു. പിന്നെ ഇമോഷണലി നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെയും അടിപൊളിയായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ആസ് യൂഷ്വൽ അടിപൊളിയാണ്, മ്യൂസിക്കും സെറ്റാണ്. മൊത്തം കാസ്റ്റ് ആൻഡ് ക്രൂ നൈസ്, നല്ല പടം, മസ്റ്റ് വാച്ചാണ്. വൺ ടൈം അവരുടെ കോമ്പിനേഷൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അശോകൻ്റെയും ജഗദീഷൻ്റെയും സുധീഷിൻ്റെയൊക്കെ ആ ഒരു ഒത്തുചേർന്നുമ്പോൾ ഉണ്ടാവുന്ന മനോജ് കെ ജയൻ എല്ലാവരും ഒത്തുചേർന്നുണ്ടാകുന്ന ആ ഒരു കോമഡി സംഭവങ്ങൾ, അവരുടെ ആ ഒരു പ്ലേ, അതൊക്കെ തന്നെ എടുത്ത് പറയണം. അതെ, രാജേഷ് മാധവൻ പറയാതിരിക്കാൻ വയ്യ. പുള്ളിയുടെ 1000% പുള്ളി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആസ് ആക്ടർ എന്ന രീതിയിൽ പുള്ളി ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ആക്ടിങ്. എനിക്ക് ഇനിയിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ, പുതിയ ഡയറക്ടർ ആയതുകൊണ്ടാണോ, പുതിയ ഡയറക്ടർ എന്ന് പറയാനില്ല, പുള്ളിക്കാരൻ ഭീഷ്മ റൈറ്ററായിരുന്നു, നമ്മളുടെ കുമ്പളങ്ങി അയച്ചിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് അതറിയില്ല, പുതിയ ഡയറക്ടർ ആകുമ്പം എന്തായാലും മൗത്ത് പബ്ലിസിറ്റിയിലല്ലേ ബാക്കി ഇനി പോകത്തുള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും. ധീരൻ ഒരു ആവറേജ് സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നും ജഗദീഷിൻ്റെ പെർഫോമൻസ്, ജഗദീഷ് അശോകൻ അവരുടെ പെർഫോമൻസ് ഉള്ളൂ ഒരു പോസിറ്റീവായിട്ട് തോന്നി. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ആവറേജ് അത്രേ ഉള്ളായിരുന്നു. അതിനെടുത്ത് പറയുന്നത് തന്നെ ജഗദീഷിൻ്റെ അവർ ചിലയിടത്ത് പക്ഷേ പലയിടത്തും കോമഡി വർക്കൗട്ട് ആവുന്നില്ല. ചിലത് വർക്കായി, ചിലത് വർക്കൗട്ട് ആവാതെ പോയി, അവരിതേ ഉള്ളായിരുന്നു. പിന്നെ വേറെ പോസിറ്റീവായിട്ടെന്ന് വെച്ചാൽ 2 മണിക്കൂർ ഇങ്ങനെ ചിലത് ലാഗ് ഫീൽ ചെയ്യും, ചിലത് ലാഗ് ഫീൽ ചെയ്യത്തില്ല. അവരിങ്ങനെ ഫ്ലോയിൽ പോവുമെങ്കിലും ചിലയിടത്ത് ഫ്ലോ മിസ്സാവുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ അഭിനയം, ആ ടീമിൻ്റെ അഭിനയം കൊള്ളാം. ചിലയിടത്ത് കോമഡിയൊക്കെ ഉണ്ട്, പക്ഷേ ചിലയിടത്ത് കോമഡി കേൾക്കുന്നുമില്ല. ക്ലൈമാക്സ് എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എവിടെ അവസാനിപ്പിക്കണമെന്ന് ഇവർക്ക് തന്നെ ഒരു ഇതില്ലാതെ കൊണ്ട് നിർത്തിയണൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. ധീരൻ ഒരു നോർമൽ മൂവി, ജസ്റ്റ് കണ്ടിരിക്കാവുന്ന, വലിയ കുറ്റവും പറയാനില്ല. എന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര വർക്കായ സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. ആകെ പോസിറ്റീവായിട്ട് തോന്നിയത് ജഗദീഷ് അശോകൻ അവരുടെ കോമ്പോയിലെ കുറച്ച് കോമഡികളും അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് തോന്നിയത് സ്റ്റോറി ഫസ്റ്റ് ഹാഫ് ഒരു ഫൺ മൂഡിലാണ്, ഒരു ഡാർക്ക് ഹ്യൂമറാണ് പിടിച്ചു പോയെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ച് ത്രില്ലർ, ഒരു സർവൈവൽ പരിപാടി പിടിച്ച് അതാണ് വർക്കാവാതെ പോയത്. പിന്നെ കുറച്ച് ഇമോഷൻ പരിപാടിയൊന്നും നമുക്ക് കൊണ്ട് കണക്റ്റ് ആയില്ല. മെയിൻ ക്യാരക്ടറിൻ്റെ, രാജേഷ് മാധവൻ്റെ ക്യാരക്ടറിൻ്റെ, ബാക്കി എല്ലാവരും ഓക്കെയാണ്, അവരുടെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥിരം ഒരു ക്ലീഷേ ക്ലൈമാക്സ് ആയിപ്പോയി. ഇങ്ങനത്തെ ജോണറിൽ വരുന്ന സ്ഥിരം പരിപാടിയുള്ള ടെംപ്ലേറ്റ് ഐറ്റമായി പോയി ക്ലൈമാക്സ് എത്തിയപ്പോൾ മൊത്തത്തിലൊരു വാച്ചബിൾ മൂവിയായിട്ടാണ് തോന്നിയത്. ഇത് പറയത്തൊക്കെ ഇത് മേക്കിംഗ് വൈസും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ കൊള്ളാം. നമ്മളെ നോൺ ലീനിയറായിട്ടാണ് കഥ പറയുന്നത്, പാർട്ടായിട്ടുള്ള, അതൊക്കെ നല്ല വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാതെ പോയതാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ കഥ നടക്കുന്നത് തമിഴ്നാട് സെറ്റപ്പൊക്കെയാണ്, അതൊക്കെ കണ്ടിരിക്കാൻ രസമുണ്ട്. വേറെ ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മനോജ് കെ ജയൻ, അതുപോലെ സുധീഷ്, ശബരീഷ് വർമ്മ, അവരെല്ലാം ഓരോ ക്യാരക്ടറും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു. നായകൻ ഇത്തിരി കൂടി നല്ല രീതിയിൽ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കംബാക്ക് ഇൻ്റർവ്യൂവിലൊക്കെ ഹൈപ്പുണ്ട്. നമ്മുടെ ജഗദീഷിൻ്റെ അവരുടെ ഒരു പരിപാടി കാണാനായിരിക്കും ആൾക്കാർ കയറുന്നത്. അത് അവർക്ക് സാറ്റിസ്ഫൈ ആയിരിക്കും. ജഗദീഷ് ചേട്ടൻ അതുപോലെ തന്നെ അശോക്, അവരൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, അശോകൻ ടീമും.